ഏതൊരു കുമ്പസാരം കഴിഞ്ഞും നമ്മുടെ മുമ്പിലേക്ക് എടുക്കേണ്ട കുറച്ച് തീരുമാനങ്ങളുണ്ട്. നമ്മളിപ്പോൾ നല്ലൊരു വിശുദ്ധമായ ഒരു അന്തരീക്ഷത്തിലാണ്, പ്രാർത്ഥനാന്തരീക്ഷത്തിലാണ്, പാപം ചെയ്യാനൊരു സാഹചര്യത്തിലല്ല. ആണോ? നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ധ്യാന ഹാളിൽ വന്നിരിക്കുന്നു, വചനം കേട്ടുകൊണ്ടിരിക്കുന്നു, ധ്യാനത്തിൻ്റെ മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നു. ഉടനെ ഒന്നും ഒരു വലിയ പാപം ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലല്ല നമ്മൾ. ആണോ? അല്ല. പക്ഷേ നിങ്ങളൊരു ഇടവകയിൽ നിങ്ങളുടെ കുമ്പസാരം കഴിഞ്ഞു, നിങ്ങളൊരു ആശ്രമ ദേവാലയത്തിൽ കുമ്പസാരം കഴിഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ പഠിക്കുന്നിടത്തേക്കൊക്കെ പോകുന്നു, വീണ്ടും പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇഷ്ടം പോലെയാണ്. ശരിയാണോ? അപ്പം നമ്മുടെ മുമ്പിലേക്ക് ഉണ്ടാവേണ്ട ഒരു ലക്ഷ്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കുമ്പസാരം കഴിഞ്ഞിട്ടും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ട ലക്ഷ്യം പാപം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. പാപം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരിക്കണം. രണ്ട് തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അതായത് പാപം ചെയ്യാതിരിക്കുക, പാപത്തോട് നോ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ഈശോയോട് ഓരോ സമയവും യെസ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏതൊരു കുമ്പസാരം കഴിയുമ്പോഴും ഏതൊരു ധ്യാനാവസരങ്ങളിലും നമ്മുടെ ലക്ഷ്യം. പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെങ്കിൽ ഏതൊരു വചന ശുശ്രൂഷയും ഏതൊരു ധ്യാനവും എപ്പോഴോ കൂടിയൊരു ധ്യാനം പോലെ അവസാനിക്കും. ജീവിതത്തിൽ ഒരു മാറ്റം വരില്ല. ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ പാപത്തോട് നോ പറഞ്ഞാൽ മാത്രം പോരാ, ഈശോയോട് യെസ് പറയുകയും ചെയ്യണം. നമ്മൾ വചനത്തിൽ ഇങ്ങനെ ധ്യാനിച്ചു, ആദി മാതാപിതാക്കളെ പറ്റിച്ചത് ഈ ഒരൊറ്റ കാര്യത്തിലാണ്. പിതാവായ ദൈവത്തോട് നോ പറയുന്നു, സാത്താനോട് യെസ് പറയുന്നു. പരിഹാരം എന്താണ്? ആ കർത്താവിൻ്റെ വാക്കിനോട് മാത്രം, ആ കർത്താവിനോട് മാത്രം ഇനി യെസ് പറയുക, സാത്താനോട്, തിന്മയോട്, പ്രലോഭനങ്ങളോട് നോ പറയുക. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിന് ജീവിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് പഴയതെല്ലാം മാറ്റിയാൽ മാത്രം പോരാ, പുതിയത് എടുക്കുകയും കൂടെ വേണം. ഇങ്ങനെ ഒരു വചനഭാഗമുണ്ട് പൗലോസ്ലീഹയുടെ എഫെസൂസാർക്ക് എഴുതിയ ലേഖനം എടുക്കാവോ? 4-ാമത്തെ അധ്യായം, എഫെസൂസാർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം, അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 22 ഓൺവേഴ്സ്. എഫെസൂസാർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. നമ്മളൊരു കുമ്പസാരം ചെയ്താൽ, ഒരു ധ്യാനമൊക്കെ കൂടിയാൽ, ഒരു വചന ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു മാറ്റം വരണം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കുന്നുണ്ടായിരുന്നു, വചനം കേൾക്കുമ്പോൾ ഹൃദയകാഠിന്യം മൂലം അതിനെ തിരസ്കരിച്ച് കളയരുത്. ഹൃദയം തുറന്നിരിക്കണം, മാറാൻ തയ്യാറായിരിക്കണം. 22 മുതലുള്ള വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ എന്ത് ചെയ്യുക? ദൂരെ എറിയുക. എന്ന് വെച്ചാൽ ഈ തിന്മയോട്, ഈ കഴിഞ്ഞതിനോട്, ഈ പാസ്റ്റിനോട്, ആ പാസ്റ്റ് പാപം നിറഞ്ഞതായിരിക്കാം, ആ പാസ്റ്റ് കണ്ണുനീര് നിറഞ്ഞതായിരിക്കാം. നിങ്ങൾ ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ യു ഹാവ് നോ പാസ്റ്റ്. പഴയതിനെ ദൂരെ എറിയുക. ആ പഴയതിൽ വഞ്ചനയുണ്ട്, പ്രലോഭനങ്ങളുണ്ട്, ആസക്തികളുണ്ട്, മനസ്സും ശരീരവും ഒക്കെ ഇങ്ങനെ അളിഞ്ഞ് ചീഞ്ഞു നിൽക്കുകയാണ്. അതിനെല്ലാം ദൂരെ എറിയുക. ദൂരെ എറിഞ്ഞാൽ മാത്രം മതിയോ? അതായത് വീട് അടിച്ച് വൃത്തിയാക്കിയിട്ടാൽ മാത്രം പോരാ. കാരണം നിങ്ങളുടെ ശരീരവും ഹൃദയവും ഒക്കെ ശുദ്ധമാണെന്ന് കണ്ടാൽ പിശാച് അയ്യോ ചമ്മിയെ എന്നും പറഞ്ഞ് പോവോ? ഇല്ല. അവൻ പോയിട്ട് അവനെക്കാട്ടും ഗ്രേഡ് കൂടിയ 7 എണ്ണത്തിനെ കൂട്ടിക്കൊണ്ട് വരും. എംറ്റി ആക്കി ഇടരുത്. ക്ലീൻ ചെയ്താൽ മാത്രം പോരാ, ആ ക്ലീൻ ചെയ്തെടുത്ത് ആരെ വെക്കണം? ഈശോയെ വെക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, 23-ാമത്തെ വാക്യം. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു പൗലോസ്ലീഹ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ, മനസ്സിൻ്റെ വാക്കോർക്കണേ, ചൈതന്യം. അപ്പോൾ റീപ്ലേസ് ചെയ്യുക. ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ അർത്ഥം നമുക്ക് ഇവിടെ പിടികിട്ടും. പഴയതിനെ ഉപേക്ഷിക്കുക, ആ തെറ്റിനോടൊക്കെ നോ പറയുക, ദൈവത്തെ വിശ്വസിക്കാത്ത അവസ്ഥയൊക്കെ നോ പറയുക, പിശാചിൻ്റെ കൗശലങ്ങളോട് നോ പറയുക. അതിനെല്ലാം ദൂരെ എറിഞ്ഞ് നിങ്ങൾ ആത്മാവിൻ്റെ പുത്തൻ ചൈതന്യത്തിലേക്ക് വരണം. സങ്കീർത്തനം 51:10 ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ ഉള്ളിലേക്ക് ആ നവചൈതന്യം തരണം. എന്താണ് ആ നവചൈതന്യം? ആ പഴയതിനെല്ലാം ഞാൻ ഉപേക്ഷിച്ച് കളയുന്നു, പുതിയ മനുഷ്യനെ. ആ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്, ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ ഉള്ള ആ പുതിയ മനുഷ്യനെ ധരിക്കുക. അതാരാണ്? ഈശോ അല്ലേ? ഈശോയെ കാണുമ്പോഴാണ് നമ്മൾ ഈ ദൈവത്തിൻ്റെ ഛായ എന്താണ്, ദൈവത്തിൻ്റെ സാദൃശ്യം എന്താണ്, ദൈവം എങ്ങനെ ഇരിക്കുന്നു എന്ന് ആരെ നോക്കുമ്പോഴേ കാണുന്നുള്ളൂ? ഈശോയെ നോക്കുമ്പോൾ. അപ്പോൾ പൗലോസ്ലീഹ വളരെ ബ്ലണ്ടായിട്ട്, വളരെ ക്ലിയർ ആയിട്ട് നമ്മളോട് പറയാണ്, നിങ്ങൾ ആ പാപത്തോട് നോ പറയുക മാത്രമല്ല, ഈശോയെ എസ് പറയുക മാത്രമല്ല, ഈശോയെ സ്വീകരിക്കുക മാത്രമല്ല, നിങ്ങൾ ആ പഴയ മനുഷ്യനെ തട്ടിക്കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുക. എന്ന് വെച്ചാൽ നിന്നെ കണ്ടാൽ ഇനി ആരെ പോലെ ഇരിക്കണം? ഈശോയെ പോലെ ഇരിക്കണം. ഒരു കുമ്പസാരത്തിന് മുമ്പ് നമ്മളെ കണ്ടാൽ ആൾക്കാർ ഷോ എന്ന് പറഞ്ഞു, കുമ്പസാരം കഴിഞ്ഞാൽ നമ്മളെ കണ്ടാൽ ഈശോ എന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വലതുപ്രവൃത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം ജീവിതത്തിൻ്റെ മുഴുവൻ ലക്ഷ്യം ഇതായിരിക്കണം. പാപം ഒഴിവാക്കുക,
കുറച്ച് നന്മ ചെയ്യുക, കുറച്ച് പേരെ സഹായിക്കുക. നോ, ലക്ഷ്യം ഇതാണ്. ഉള്ളിൽ ആരുണ്ടാവണം? ഈശോ ഉണ്ടാകണം. 4-ാമത്തെ അധ്യായത്തിൽ തന്നെ പുറകോട്ടൊന്ന് വായിക്കണം. 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എഫേസ്യസ് 4:15. പ്രത്യുത 14 മുതൽ വായിച്ചോ, കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽ പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാവരുത്. എന്ന് വെച്ചാൽ അബദ്ധ പ്രബോധനങ്ങളിലേക്കോ പിശാചിൻ്റെ കൗശലങ്ങളിലേക്കോ, അന്ന് പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ വന്നെങ്കിൽ ഇന്ന് ഏത് രൂപത്തിലും വരാം. അതുകൊണ്ട് അവിടെ ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്, മനുഷ്യൻ്റെ കുടിലതകൾക്ക് കൗശലങ്ങൾക്ക് നിങ്ങൾ വീണു പോകരുത്. അടുത്ത വാക്യം 15 വായിച്ചേ. പ്രത്യുത എന്ത് ചെയ്യണം? സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. ആരിലേക്ക് വളരണം? ഈശോയിലേക്ക് വളരുക, ഈശോയിലേക്ക് വളരുക. പേജ് ഒന്ന് മുമ്പോട്ട് മറിച്ച്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം, അല്ല പുറകോട്ട് മറിക്കുക, സോറി. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം, അതിൻ്റെ 19-ാമത്തെ വാക്യം. 4:19 വായിച്ചേ. ഗലാത്യരെ കുറിച്ചുള്ള ഒരു വ്യഗ്രത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൗലോസ് പറയാണ്. 4:19 വായിക്കാം. എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. വെച്ചാൽ പൗലോസ്ലീഹയുടെ സഭയോട്, പൗലോസ്ലീഹയുടെ ഈശോയെ ഫോളോ ചെയ്യുന്ന പൗലോസ്ലീഹയുടെ ആ കൂട്ടായ്മയോടെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അവർ ഇത്ര നന്മ ചെയ്യണം, ഇത്ര പേരെ സഹായിക്കണം, ഇത്ര പ്രാർത്ഥന ചൊല്ലി തീർക്കണം എന്നാണോ? എന്താണ് ലക്ഷ്യം? ക്രിസ്തു നിങ്ങളിൽ രൂപം കൊള്ളണം. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ക്ലിയർ ആണോ? ഈ തപസ്സൊക്കെ, ഈ തപസ് പോലെയുള്ള ധ്യാനങ്ങളൊക്കെ, ഏതൊരു ധ്യാനവും അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ഈശോ നമ്മുടെ ഉള്ളിൽ രൂപം കൊള്ളുക. ഉണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ചുമ്മാ ഒരു വിശുദ്ധരായാൽ പോലും പോരാ. തെറ്റിദ്ധരിക്കല്ലേ? ഞാനത് എപ്പോഴും ഇങ്ങനെ ചില ഗ്രൂപ്പുകളോടൊക്കെ ചോദിക്കാറുണ്ട്, നമ്മുടെ ഫേവറേറ്റ് വിശുദ്ധൻ, നമുക്കെല്ലാവരും റോൾ മോഡൽ വിശുദ്ധനൊക്കെ കാണും. ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് പൗലോസ്ലീഹയെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിശുദ്ധൻ. ആ വിശുദ്ധനെ പോലെയോ ആ വിശുദ്ധയെ പോലെ ആയിത്തീരാൻ പോലും അല്ല നമ്മുടെ ലക്ഷ്യം. ആരെ പോലെ ആയിത്തീരുക? ഈശോയെ പോലെ. ലേവ്യരുടെ പുസ്തകം 10-ാമത്തെ അധ്യായം കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പത്രോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. നമ്മളെ വിളിച്ചത് പൗലോസ്ലീഹയാണോ? അൽഫോൻസാമയാണോ? അല്ല. ആരാ വിളിച്ചേ? ഈശോ, പരിശുദ്ധനായ ദൈവം. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധിയുടെ ലെവൽ ഈ നമ്മൾ രൂപക്കൂട്ടിൽ വെച്ച് ആദരിക്കുന്ന സഭ അംഗീകരിച്ച വിശുദ്ധര് പോലുമല്ല. ആരാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം? ഈശോയെപ്പോലായിത്തീരുക, ഈശോ ഉള്ളിൽ വളരുക. നമ്മളെ കണ്ടാൽ ആരെപ്പോലെ ഇരിക്കണം? അതാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആ ചൈതന്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. പൗലോസ്ലീഹ സുന്ദരമായിട്ട് മറ്റൊരു വചനം പറഞ്ഞു തരുന്നുണ്ട്. 2 കൊറിന്തോസ് 7-ാമത്തെ അധ്യായം എടുക്കാമോ? 2 Corinthians chapter 7 അതിൻ്റെ 1-ാമത്തെ വാക്യം. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കാം. കണ്ടീഷൻ 1, അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നോക്കണം. ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. കേട്ടുന്നുണ്ടോ? വിശുദ്ധരായിത്തീരുക, വിശുദ്ധി നേടുക എന്നുള്ളതല്ല. ആ വിശുദ്ധി എന്തായിത്തീരണം? പരിപൂർണം. മേക്ക് ഹോളിനെസ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഈശോയെ പോലെ ആയിത്തീരുക. ദ പെർഫെക്റ്റ് ഹോളി പേഴ്സൺ, ദ സിംഗിൾ ഹോളി പേഴ്സൺ. അതുകൊണ്ടാണ് മാലാഖമാരും വിശുദ്ധരൊക്കെ ഇങ്ങനെ പാടി പ്രാർത്ഥിക്കുക. എന്ത്? പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നമ്മൾ ഏശയ്യ 6:3 വെളിപാട് 4:8 ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഏശയ്യായും യോഹന്നാൻ സ്ലീഹയൊക്കെ സ്വർഗീയ ദർശനം കാണുമ്പോൾ മാലാഖമാർ ദൈവത്തെ നേരിട്ട് കണ്ട ആ മാലാഖമാർ ഇങ്ങനെ പാടും, ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്താണ്? വിളിച്ചവനെ പോലെ പരിശുദ്ധരാവുക. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്ത് ജീവിക്കാൻ തുടങ്ങിയാൽ ഈ സഭയുടെ മുഖം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ക്രിസ്തീയ സഭയുടെ ഒരു മുഖം എന്നൊന്ന് ഓർത്ത് നോക്കി. നമുക്കിപ്പോൾ നമ്മുടെ സഭയെക്കുറിച്ച് സങ്കടപ്പെടുന്നു, നമ്മൾ ആകുലപ്പെടുന്നു, അല്ലേ? നമ്മളെയൊക്കെ അസ്വസ്ഥപ്പെടുന്ന എന്തോരോ കാര്യങ്ങളാണ്. സഭ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചങ്കുപൊട്ടി കരയുകയാണ്. സഭയെ സ്നേഹിക്കുന്നവർ അത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്തായിരുന്നു എന്ന് തിരിച്ചറിയണം. എന്ത്? നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുക. അത് മാർപ്പാപ്പ മുതൽ ഇന്ന് മാമോദീസ സ്വീകരിച്ച കുഞ്ഞിന് വരെയുള്ള ലക്ഷ്യം ഇതൊറ്റ ഒന്നാണ്. അതിൽ നിന്ന് അല്പം കോംപ്രമൈസ് ചെയ്താൽ പോയി. കിട്ടുന്നുണ്ടോ? കോംപ്രമൈസ് ചെയ്തു. നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? വചനമനുസരിച്ച് ജീവിക്കുക, ഈശോയെ പോലെ പരിശുദ്ധിയിലേക്ക് വരിക, ദൈവത്തിൻ്റെ ആ സാദൃശ്യത്തിലേക്ക്, ആ ചൈതന്യത്തിലേക്ക് വരിക. അതിൽ നിന്ന് മാറി, ഈശോയിൽ നിന്ന് ഫോക്കസ് മാറി, ബാക്കിയെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഫോക്കസ് ചെയ്തതെല്ലാം നമ്മളെ വീഴ്ത്തി.
ശരിയാണോ? എല്ലാം ആവട്ടെ, ആചാരങ്ങളാവട്ടെ, അനുഷ്ഠാനങ്ങളാവട്ടെ, നിങ്ങൾ ഏത് കൂട്ടായ്മപ്പെട്ടവരാണേലും എന്ത് പാരമ്പര്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കുന്നെങ്കിലും നമുക്ക് ഒരൊറ്റ പാരമ്പര്യമുള്ളൂ. അത് രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ പണിതുയർത്തപ്പെട്ട സഭയുടെ പാരമ്പര്യമാണ്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കുക. അതിനു മുമ്പ് ഒരാളുടെ രക്തം ഇവിടെ വീണിരുന്നു. ആ രക്തമാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ആ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചോണം. ബാക്കി എല്ലാ പാരമ്പര്യങ്ങളും നിങ്ങളെ തെറ്റിക്കും. അതുകൊണ്ട് നമ്മൾ സഭയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ തീരുമാനിക്കണം, ഈ വചനം കേൾക്കുന്നത് നമ്മൾ എൻ്റെ സഭയ്ക്ക് എന്തെങ്കിലും കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ എൻ്റെ ഭാഗത്തുനിന്നൊരു എഫേർട്ട് ഉണ്ടാവുന്നു. ആ എഫേർട്ട് എന്താണെന്നറിയോ? അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ കുടുംബം, ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പ്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി, ഞങ്ങൾ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ ഈ പാരമ്പര്യത്തിലുള്ള ഞങ്ങളെങ്കിലും കർത്താവിൻ്റെ വിശുദ്ധിക്ക് പരിശുദ്ധിക്ക് ചേർന്ന ജീവിതത്തിൽ ജീവിക്കും. അതാണ് ക്രിസ്ത്യാനി. പാരമ്പര്യം പറയുന്നവനല്ല ക്രിസ്ത്യാനി, ഈശോയെക്കുറിച്ച് പറയാനുള്ളവനാണ് ക്രിസ്ത്യാനി. പറഞ്ഞേ ഹല്ലേലൂയ. പത്രോസും പൗലോസും ഒക്കെ അതാ ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് അറിഞ്ഞൂടാ ബാക്കി എവിടെയൊക്കെ ഈശോയിൽ നിന്ന് ഫോക്കസ് മാറിയോ ബാക്കിയെല്ലാം നമ്മുടെ ശ്രദ്ധ എടുത്തുകൊണ്ട് പോയി. ആ ശ്രദ്ധ എടുത്തുകൊണ്ട് പോയതെല്ലാം നമ്മളെ വീഴിച്ചു, തെറ്റിച്ചു, ഗ്രൂപ്പുകളാക്കി, കൾട്ടുകളാക്കി, ഡിവിഷൻസ് ആക്കി. എല്ലാം തിരിച്ചു വരാൻ ഒറ്റ വഴിയുള്ളൂ. ആരിലേക്ക് തിരിച്ചു വരിക? ഈശോയിലേക്ക് തിരിച്ചു വരിക. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സോ അതുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, നമ്മുടെ മുഴുവൻ ലക്ഷ്യം എന്താണ്? ആര് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുക? ക്രിസ്തു നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുക. ഒന്ന് പെട്ടെന്ന് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. ഒരു കുഞ്ഞു കാര്യം, പക്ഷെ അത് നിങ്ങൾ പേഴ്സണലി ഒത്തിരി ഗാഢമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിൽ, ഞാൻ അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു വൈദികൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ആരെ പോലെ തീരുക? ഈശോയെ പോലെ. ഒരു സിസ്റ്ററിൻ്റെ ഇല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ്റെ, ആത്മായ പ്രേക്ഷിതൻ്റെ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും, ബേസിക്കലി ഏതൊരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഈശോയെ പോലെ ആയിത്തീരുക. എളുപ്പമാണോ? അത് നടന്നില്ലെങ്കിൽ ഒരു പരാജയമല്ലേ? നിങ്ങളിപ്പോൾ അച്ഛനെ കണ്ടിട്ട്, നിങ്ങളിപ്പോൾ സാധാരണ എല്ലാവരെയും കാണുമ്പോഴും നമ്മൾ ചെല്ലണതാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എല്ലാവരെയും കാണുമ്പോൾ ചെല്ലാണ്. ബട്ട് ബേസിക്കലി നമ്മൾ അച്ഛന്മാരെ കാണുമ്പോൾ ചെല്ലുന്നതാണല്ലോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന്. എല്ലാവരെയും കാണുമ്പോൾ ചെല്ലേണ്ടതാണ്. അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്നെ നോക്കി അങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉള്ളിലൊരു കുറ്റബോധം, ഒരു ഉൾക്കടി വേണ്ടേ? എൻ്റെ ഉള്ളിൽ ഈ ആൾ എന്നെ നോക്കിയിട്ടല്ല പറയുന്നത്, എൻ്റെ ഉള്ളിലുള്ള ഈ പുരോഹിതൻ്റെ ഉള്ളിലുള്ള ഈശോ മിശിഹായ്ക്ക് സ്തുതിയാണ് പറയുന്നത്. എല്ലാവരോടും ഇത് പറയേണ്ടതാണെങ്കിലും അറ്റ്ലീസ്റ്റ് എന്നോടിത് പറയുന്നുണ്ടല്ലോ. എൻ്റെ ഉള്ളിലൊരു ഒരു ചോദ്യം ഇങ്ങനെ വരണം, എൻ്റെ ഉള്ളിൽ എന്തോരം ഉണ്ടാ ഈശോ എന്ന്. കേട്ടുന്നുണ്ടോ? അപ്പം നിങ്ങളിപ്പോൾ ഈ ധ്യാന സമയത്തൊക്കെ പരസ്പരം സ്തുതി അല്ലുന്നുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല ചങ്ക് പെടച്ചോണ്ട് അത് ചിന്തിച്ചോണം, ക്രിസ്തു എൻ്റെ ഉള്ളിൽ എന്തോരം രൂപപ്പെട്ടു. ഇത് ഈസി അല്ല. ശരിയാണോ? ഈസിയാണോ? അല്ല. അസാധ്യമാണോ? അസാധ്യമല്ല. അസാധ്യമാണെങ്കിൽ വചനത്തിൽ ഇങ്ങനെ പറയില്ല, നിങ്ങൾ പരിശുദ്ധരാവണം വിളിച്ചവനെ പോലെ. ഇത് സാധ്യമാണ്. പൗലോസ്ലീഹയും അത് ആവർത്തിച്ച് പറയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടണം. എങ്കിൽ അതെങ്ങനെ രൂപപ്പെടും എന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു വരുവാണ്. സോ പൗലോസ്ലീഹ തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, എങ്ങനെ ഈശോയെ പോലെ ആയിത്തീരാം. അതൊന്നും നല്ലതല്ലേ? ഒന്ന് പരിശ്രമിക്കുന്നത് നല്ലതല്ലേ? പരിശ്രമിച്ചിട്ട് തോറ്റാൽ പിന്നെ ഒരു രസമുണ്ടല്ലോ. ഈശോ കൃപ ചൊരിഞ്ഞ് അതിനെ വിജയിപ്പിച്ചെടുത്തോളും. നമ്മളൊന്ന് പരിശ്രമിച്ചാൽ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ, ആഗ്രഹിച്ചാൽ ഈശോ കൃപ ചൊരിയും. അപ്പം അതൊരു 4 സ്റ്റെപ്പിലൂടെ അങ്ങനെ ഒന്ന് ശ്രമിക്കാമെന്ന് പൗലോസ്ലീഹ തന്നെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് എഴുതി വെച്ചു. ഒന്നാമത്തെ സ്റ്റെപ്പ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. റോമൻസ് ചാപ്റ്റർ 7. ഈശോയെപ്പോലെ ആയിത്തീരാൻ, ഈശോയിൽ വളരാൻ, നമ്മുടെ ഉള്ളിൽ ആ ഒരു ഈശോ പൂർണ്ണമായിട്ടൊന്ന് രൂപം കൊള്ളാൻ, വിശുദ്ധി പരിപൂർണമാക്കാൻ, നമ്മളെ കണ്ടാൽ ഈശോയെപ്പോലെ ആളുകൾക്ക് തോന്നണമെങ്കിൽ, സ്വർഗം അത് അപ്രൂവ് ചെയ്ത് കിട്ടണമെങ്കിലൊക്കെ അതൊരു വളർച്ചയാണ്. ഒറ്റ ദിവസം കൊണ്ട് ഓടിച്ചെല്ലുന്നതല്ല. വി ആർ പ്രോഗ്രസിങ്. എപ്പോഴും ഓർത്തിരിക്കണം ഒരു കാര്യം. അതായത് അതെങ്ങനെ മനസ്സിലാവുമെന്ന് പറഞ്ഞുകൂടാ, സിമ്പിളാണ്. അതായത് ഹോളിനെസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് എ ജേണി. ഹോളിനെസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് എ ജേണി. വിശുദ്ധി എന്നത് ഒരു ലക്ഷ്യമല്ല, വിശുദ്ധി എന്നത് ഒരു യാത്രയാണ്. ഇപ്പം ഞാൻ പറയാണ്, ഓക്കെ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഇത്രയും വചനം പഠിച്ചു, ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു, ഞാൻ വിശുദ്ധിയിലായി എന്ന് പറഞ്ഞ് എനിക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോഴും അടുത്തുള്ള ആൾ ചലഞ്ച് ചെയ്ത് മുമ്പിൽ നിൽക്കുകയാണ്. ആര്? ഈശോ. അതായത് ഈശോയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ഒരു ഡെസ്റ്റിനേഷൻ, ഒരു ലക്ഷ്യമായിട്ടല്ല നമ്മൾ വെക്കുന്നത്. ഇതെന്തായിട്ടാണ് വെക്കുക? ഒരു യാത്ര. എല്ലാ ദിവസവും ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ച് നമ്മളിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് കയറി പോകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഒരു വഴി പൗലോസ്ലീഹ നമ്മുടെ മുമ്പിൽ പറഞ്ഞ ഒരു 4 സ്റ്റെപ്പ്, ഒരു 4 വഴിയിലൂടെ എങ്ങനെ ഈശോയെ പോലായി തീരാമെന്ന് പൗലോസ്ലീഹ കാണിച്ചു തരികയാണ്. ഒന്നാമത്തെ ഒരു സ്റ്റെപ്പാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ഒരുമിച്ച് വായിച്ചാലോ? എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന
പാപമാണ്. എല്ലാവരും കൂടെ ചേർന്ന് വായിക്കും 18 മുതൽ. എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ഒറ്റ തവണ വായിച്ചപ്പോൾ എന്ത് മനസ്സിലായി? പൗലോസ്ലീഹായ്ക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇച്ഛ കൂട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബൈബിളിലെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലായോ? അങ്ങനെയൊന്നും ചിന്തിച്ചേക്കല്ലേ. അത് എന്നെപ്പോലെയുള്ള പൊട്ടന്മാർ ചിന്തിക്കുന്നതാണ്. നിങ്ങളെപ്പോലുള്ള വലിയ ബുദ്ധിമതികൾ അങ്ങനെ ചിന്തിക്കരുത്. പൗലോസിലെ വലിയൊരു ജീവിത യാഥാർത്ഥ്യം പറഞ്ഞു തരികയാണ്. എന്താണെന്നറിയോ? ഇത് നമ്മുടെ ജീവിതമാണ്, ശരിയല്ലേ? എനിക്കും നിങ്ങൾക്കും ആഗ്രഹമുണ്ട്. എന്ത്? നന്മ ചെയ്യണമെന്ന് ഉണ്ടോ? തിന്മ ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓരോ കുമ്പസാരവും കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് വരുന്നത് എന്താണ്? കർത്താവേ, ഈ ഏറ്റു പറഞ്ഞ ഒരു പാപം പോലും ഇനി ചെയ്യല്ലേ, ചെയ്യാൻ ഇടവല്ലേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നത്. ശരിയാണോ? പക്ഷെ എന്നാ സംഭവിക്കുന്നത്? പൗലോസിലെ ഒരു യാഥാർത്ഥ്യം പറയാണ്, ഞാൻ എന്ത് ഒഴിവാക്കണം എന്ന് ആഗ്രഹിച്ചോ അത് ഞാൻ ചെയ്തു പോവാണ്. ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നോ അത് ചെയ്യാൻ പറ്റുന്നുമില്ല. സത്യമാണേ, നമ്മുടെ അവസ്ഥയാണ്. പൗലോസിലെ അവിടെ ഒരു കാര്യം പറയാണ്, ഞാനിത് ആഗ്രഹിച്ചിട്ട് എനിക്ക് നന്മ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ തിന്മ ഒഴിവാക്കാൻ ആഗ്രഹിച്ചിട്ട് അത് തന്നെ ഞാൻ ചെയ്തു പോന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ആ കാരണം ഇതാണ്, എൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. എന്ത്? പാപം. എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് പാപമാണ്. എൻ്റെ ഐഡൻറ്റിറ്റി, ഐ ആം എ സിന്നർ. ഞാനൊരു പാപിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധിയിലേക്കുള്ള ആദ്യത്തെ പടി പള്ളിമിറ്റമല്ല. വിശുദ്ധിയിലേക്കുള്ള ആദ്യത്തെ പടി പള്ളിമിറ്റമല്ല. വിശുദ്ധിയിലേക്കുള്ള ആദ്യത്തെ പടി നീ ഒരു പാപിയാണെന്നുള്ള തിരിച്ചറിവാണ്. ഞാൻ ഓക്കെ അല്ല എന്ന് തിരിച്ചറിഞ്ഞേക്കാം. വിശുദ്ധനാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളെ നമുക്ക് ധ്യാനം കൂടിപ്പിക്കാൻ പറ്റുമോ? മാനസാന്തരപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ഗ്ലാസ് ഇല്ല, മറ്റേ കാണിച്ചു തരാം. ഗ്ലാസ് ഇങ്ങനെ കമത്തി വെച്ച് വെള്ളം ഒഴിച്ച പോലെ. അയാൾ ഒരു വചനം കേൾക്കില്ല, അയാൾ ഒരു തിരുത്തലും കേൾക്കില്ല. ഞാൻ വിശുദ്ധനാണ് എന്ന് പറഞ്ഞു. പൗലോസ്ലീഹ ഈ പറയാണ്, നമ്മുടെ വളർച്ചയുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഞാനൊരു പാപിയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുക. കിട്ടുന്നുണ്ടോ? നമുക്കൊരു കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലുമ്പോൾ മാത്രമല്ല, വിശുദ്ധരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം തിരുത്തപ്പെടാൻ എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുക. ഞാനൊരു പാപിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ക്ലിയർ കിട്ടുന്നുണ്ടോ? ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? സ്റ്റേജ് 1, ഐ എം എ സിന്നർ. ചോദിക്കട്ടെ, ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ഇല്ല. പൗലോസ്ലീഹ ഞാൻ പാപിയാണ്, എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് പാപമാണെന്നുള്ള അറിവിൽ അവിടെ നിൽക്കുകയല്ല, അത് ചാടി കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പാക്കിയിട്ട് മാറ്റുകയാണ്. ചാടി കയറാൻ വേണ്ടി ഒരു സ്റ്റെപ്പ്. ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച്, അസീസി പറഞ്ഞതല്ല, പക്ഷേ അസീസിയെക്കുറിച്ച് ഇങ്ങനെ കോട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ എവിടെ ഒരു വായന ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ പാപം കാരണം നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് വീണ് പോയേക്കാം, പക്ഷെ നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് വീണു പോയാലും അവിടെ നിന്ന് ക്രിസ്തുവിൻ്റെ കൃപ കാരണം ഞാൻ കുതിച്ച് കയറി സ്വർഗത്തിലെത്തിക്കോളാം. അതായത് ഞാൻ പാപിയാണ്, ഞാൻ നരകത്തിലേക്ക് വിധിക്കപ്പെട്ടു, ഞാൻ തിന്മയ്ക്ക് അടിപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുകയല്ല. ആ ഒരു അവസ്ഥയിൽ നിന്നും ക്രിസ്തുവിൻ്റെ കൃപയാൽ ഞാൻ അവിടുന്ന് കുതിച്ച് ചാടി സ്വർഗത്തിലേക്ക് കയറിക്കൊള്ളാം. അസീസിയുടെ സ്വന്തം വാക്കല്ല കേട്ടോ, അസീസിയെക്കുറിച്ച് ഇങ്ങനെ കോട്ട് ചെയ്ത് എഴുതിയേക്കുന്നതാണ്. ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് ഒത്തിരി അങ്ങനെ ഉണ്ടല്ലോ, പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ അസീസിയെക്കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഞാനും പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫേമസ് ആയത് അങ്ങനെയാണ്, യൂട്യൂബിൽ ഫേമസ് ആയത് അങ്ങനെയാണ്. അസീസി പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം അസീസിയുടെ വായിൽ വെച്ച് കൊടുത്തു. എവിടെയോ വായിച്ചതാണ്. നിക്കോസ് കസൻസാക്കീസിൻ്റെ എന്താണ് ആ പുസ്തകത്തിൻ്റെ പേര്? ഗോഡ്സ് പോപ്പർ, ദൈവത്തിൻ്റെ നിസ്വൻ എന്ന പുസ്തകത്തിൽ അസീസിയുടെയും ക്ലാരയുടെയും പ്രണയത്തെക്കുറിച്ച് ഇങ്ങനെ വളരെ വാചാലമായിട്ട് എഴുതിയിട്ടുണ്ട്. ക്ലാരയെ അറിഞ്ഞിട്ടില്ല, ഫ്രാൻസിസും അറിഞ്ഞിട്ടില്ല. ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്ലാര ഇങ്ങനെ പുറകെ നടക്കുകയാണ്, അസീസിയുടെ പുറകെ. അപ്പോൾ അസീസി ഈശോയുടെ പുറകെ കുറേ കിടന്ന് ബുദ്ധിമുട്ടിച്ചു. ക്ലാരയോട് പറഞ്ഞു, ഇല്ല ക്ലാര, എനിക്ക് ഈശോയെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞു. ക്ലാര പറഞ്ഞു, സ്നേഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്നോടും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ, സ്നേഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് അച്ഛനെ ആണെങ്കിലും എന്നാ തെറ്റ്? നിങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നോ കേട്ടോ, ഒരു പ്രപ്പോസലും കിട്ടാത്ത ജന്മങ്ങൾ. എത്ര എണ്ണം വേണം ഞാൻ തരാം നമുക്ക്? പറഞ്ഞേ ഹല്ലേലൂയ. ഭയങ്കര കഷ്ടപ്പാടാണ് ചില സമയത്ത്. പണ്ട് കൽപ്പന ചേച്ചി പ്രാർത്ഥിച്ച പോലെ, ദൈവമേ പാവത്തുങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം കൊടുക്കല്ലേ, അല്ലേ? പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ക്ലാരയുടെ അസീസിയുടെ പുറകെ ഇങ്ങനെ ക്ലാര നടക്കുകയാണ്. അപ്പോൾ ക്ലാര ഇങ്ങനെ പുറകെ നടന്ന് ശല്യമായപ്പോഴത്തേനും അസീസി പറഞ്ഞു, ഇത് അശുദ്ധിയിലേക്ക് പോകും, അതുകൊണ്ട് ഇതൊന്നും വേണ്ട. അപ്പം ക്ലാര പറഞ്ഞു, ഇല്ല, പുണ്യമായ സ്നേഹമാണ്. അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, പുണ്യമായ സ്നേഹമാണെങ്കിൽ നാളെ ഈ ചെടികളിലെല്ലാം വെള്ളപ്പൂക്കൾ ഉണ്ടാവും. ആ ചെടികളിൽ വെള്ളപ്പൂക്കൾ ഉണ്ടാവില്ല, സീസൺ വരുമ്പോഴത്തേനും ചുമന്ന കുഞ്ഞു മൊട്ടുകൾ മാത്രമേ ആ ചെടിയെ വളരുള്ളൂ. ഇതൊരിക്കലും സംഭവിക്കില്ല. നമ്മുടെ സ്നേഹം, പ്രണയം വിശുദ്ധമാണെങ്കിൽ, ദൈവികമാണെങ്കിൽ നാളെ വെള്ളപ്പൂക്കൾ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ക്ലാര, നിന്റെ പ്രണയം ഞാൻ അക്സെപ്റ്റ് ചെയ്യാം എന്ന് ഫ്രാൻസിസ് പറഞ്ഞു. പിറ്റേ ദിവസം അസീസി പള്ളി പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ മുഴുവൻ വെള്ളപ്പൂക്കൾ. ക്ലാര ഇപ്പം എങ്ങനെയുണ്ട്? അത് നമ്മുടെ മലയാളി ക്ലാരയാണെ ചോദിച്ചാണേ,
സോളമൻ്റെ ക്ലാര ചോദിച്ചാണ്. പക്ഷേ ആ ക്ലാര ഫ്രാൻസിസ് ഇപ്പം നിനക്ക് എൻ്റെ പ്രണയം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഫ്രാൻസിസ് പെട്ട് നിൽക്കുകയാണല്ലോ. ഫ്രാൻസിസ് ഒരു ഡയലോഗ് അടിച്ചു. ആ ഡയലോഗാണ് ജിൻസച്ചൻ കോപ്പി അടിച്ച് ഫേമസ് ആയത്. ആ ഡയലോഗ് ഇങ്ങനെയാണ്: ക്ലാര, നിൻ്റെ കണ്ണിലെ നക്ഷത്രത്തിളക്കം ഞാൻ കാണുന്നു, ആ പ്രണയത്തിൻ്റെ പ്രകാശം ഞാൻ കാണുന്നു. പക്ഷെ നീ എന്നോട് ക്ഷമിക്കണം, ആ കണ്ണിലെ തിളക്കത്തേക്കാൾ മുമ്പ് ഞാനൊരു സൂര്യഗോളവുമായി പ്രണയത്തിലാണ്. ആഹാ, അല്ലേ? യൂട്യൂബിൽ തമ്പനയിൽ വിട്ടു ആദ്യ പ്രണയം. സബ്ജക്റ്റ് ഇങ്ങനെയായിരുന്നു. വെളിപാട് പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നിനക്കുണ്ടായിരുന്ന ആദ്യ സ്നേഹം നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ക്ലാരയും ഫ്രാൻസിസിനെയും കോട്ട് ചെയ്തു. നമുക്കിടെ ഏറ്റവും വലിയ സ്നേഹം, നമ്മുടെ ആദ്യ സ്നേഹം ഈശോയാണ്. ടൈറ്റിലിട്ട് ഹൃദയം 2ആയിട്ട് മുറിഞ്ഞ ആ ഒരു ഫോട്ടോയും കൂടെ തമ്പനയിലിട്ടു. പിള്ളേരെല്ലാവരും കൂടെ ചാടിക്കയറി ഇതാ ഒരു അച്ഛൻ പ്രണയത്തെക്കുറിച്ച്, തേപ്പിനെക്കുറിച്ച് സംസാരിക്കുന്നു. കയറി കഴിഞ്ഞപ്പോഴാണ് ചമ്മിയെന്ന് അറിഞ്ഞു. പക്ഷേ എന്തായാലും ക്ലിക്ക് ചെയ്തു പോയല്ലോ. ആൾക്കാരതെല്ലാം കൂടെ കട്ട് ചെയ്ത് പിന്നെ ആരുടെയൊക്കെയോ മറ്റേ ടോമിനോ തോമസിൻ്റെയും മറ്റേ ഇവളുടെ മായാനദി സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് സാധനം കയറ്റി വിട്ടു. മായാനദിയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പാവം ഫ്രാൻസിസ്, സ്വർഗത്തിലെങ്ങാനും ജിൻസച്ചൻ എത്തിപ്പെട്ടാൽ പാവം ഫ്രാൻസിസ് എന്നെ തല്ലും തോന്നുന്നു. എടാ ചെക്ക, നമ്മളൊക്കെ മര്യാദയ്ക്ക് ജീവിച്ചിട്ട് നീയൊക്കെ കൂടെ എൻ്റെ കുടുംബം നാറ്റിച്ചല്ലോടെന്ന് പറയും. പക്ഷെ ഞാൻ അങ്ങനെയാണ് ഫേമസ് ആയത് യൂട്യൂബിൽ. ഫ്രാൻസിസിന് നന്ദി പറഞ്ഞേ. ഹല്ലേ ലുയാ, ശക്തിയോടെ വന്നേ ഹല്ലേ ലുയാ. നന്ദി. ഇപ്പോൾ ഫ്രാൻസിസിൻ്റെ അടുത്തേക്ക് വന്നേ. സ്റ്റെപ്പാ? ഓക്കെ. ഫ്രാൻസിസിൻ്റെ സ്വന്തം കൊട്ടേഷൻ അല്ല എന്നുള്ളത്. അപ്പോൾ അസീസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നരകത്തിൻ്റെ അടിത്തട്ടി പോയാലും അവിടെ ഞാൻ നിൽക്കുകയല്ല, അവിടുന്ന് ചാടിക്കയറും. എങ്ങോട്ട്? സ്വർഗത്തിലേക്ക്. ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ കൃപയാൽ ഞാൻ കയറും. ഇപ്പോൾ പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞു തരികയാണ്, ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞിരുന്നാൽ പോരാ, അവിടെ നിന്ന് ഉയരണം. 2-ാമത്തെ സ്റ്റേജ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എടുക്കാമോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ. ഓക്കെ, ഒരുമിച്ച് വായിക്കാം. ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊന്ന് അടയാളപ്പെടുത്തിയിടണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധിയിലേക്ക്, പരിശുദ്ധിയിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ആ ജീവിതത്തിൻ്റെ സ്റ്റേജ് നമ്പർ 2, നമ്മുടെ വളർച്ചയുടെ 2-ാമത്തെ ഒരു പടി നമ്മൾ തിരിച്ചറിയണം. ഞാൻ പാപിയായിരിക്കാം, ഞാൻ വീണ് കിടക്കായിരിക്കാം, ഞാൻ തകർന്ന് തളർന്ന് ബ്രോക്കണായിട്ട് കിടക്കായിരിക്കാം. പക്ഷേ എനിക്കിപ്പോൾ ഐഡൻറ്റിറ്റി ഞാൻ പാപിയാണെന്നുള്ളതല്ല. ഞാൻ പാപിയാണെങ്കിലും എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ കാലമുണ്ടെങ്കിലും, എനിക്ക് ചില കെട്ട ഓർമ്മകളുണ്ടെങ്കിലും, എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ, എൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഞാൻ മറന്നു കളയാൻ ആഗ്രഹിക്കുന്ന, അടച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചില അധ്യായങ്ങളുണ്ടെങ്കിലും, ഞാൻ ഈശോയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഞാൻ ഈശോ ഒത്തിരി ക്ഷമിച്ചിട്ടും ഞാൻ വീണ്ടും വീണ്ടും പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, എൻ്റെ ഐഡൻറ്റിറ്റി ഇപ്പം ഇതാണ്: യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു ഐഡൻറ്റിറ്റി അതാണ്: യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ പാപിയെ, ഈ ഒറ്റപ്പെട്ടു പോയ നിന്നെ, ഈ ചതിക്കപ്പെട്ട നിന്നെ, ഈ തല്ലിപ്പൊളിയായിട്ട് നടന്ന നിന്നെ ആര് സ്വന്തമാക്കിയിരിക്കുന്നു? ഈശോ സ്വന്തമാക്കിയിരിക്കുന്നു. നമ്മൾ ഈശോയുടെ സ്വന്തമാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്തായിരിക്കണം? 13-ാമത്തെ വാക്യം വായിച്ചേ. ഫിലിപ്പി 4:13. സഹോദരങ്ങളെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. അതാണ് നമ്മളും ചെയ്യേണ്ടത്. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. നമ്മുടെ മുമ്പിലുള്ള എല്ലാ വലിയ ലക്ഷ്യങ്ങളുടെയും മുകളിൽ ഇതായിരിക്കണം. ഓർത്തെടുക്കാൻ ഒരിക്കലും മറന്നു കളയാൻ സാധ്യതയില്ലാത്ത ഒത്തിരി വലിയ പാസ്റ്റ് നമുക്കുണ്ട്. ശരിയാണോ? നിങ്ങളൊരു ആന്തരിക സൗഖ്യ ധ്യാനമോ ആന്തരിക സൗഖ്യ ആരാധനയൊക്കെ കൂടുന്ന സമയത്ത് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ തികട്ടിക്കയറി വരും. ഇനി ധ്യാനം കൂടിയില്ലേലും മറന്നു കളയാൻ പറ്റാത്ത ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ശരിയാണോ? വാട്ട് ക്യാൻ വി ഡു? നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ചെറുപ്പത്തിൽ നമ്മളെ ഉപദ്രവിച്ചവർ, നമുക്കെതിരെ കള്ളക്കേസ് കൊടുത്തവർ, നമ്മളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ നമ്മുടെ ടീച്ചർ, നിങ്ങളെ സ്നേഹിക്കാതിരുന്ന നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളെ ചതിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, നിങ്ങളെ വഞ്ചിച്ച നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരാൾ, നിങ്ങൾ നെഞ്ചിൽ ഇടം കൊടുത്ത ഒരാൾ, നെഞ്ചു കുത്തിപ്പറിച്ച ഒരാൾ, മറന്നു കളയാൻ ആഗ്രഹിച്ചിട്ടും പുറത്തു കളയാൻ ശ്രമിച്ചിട്ടും പറ്റാത്ത കുറേ മനുഷ്യർ, കുറേ ഓർമ്മകൾ, കുറേ മുറിവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. വാട്ട് ക്യാൻ വി ഡു? എന്നാ ചെയ്യാൻ പറ്റും? അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അവരെ തല്ലാൻ പറ്റുമോ? നീ എന്നെ എന്തിനിങ്ങനെ ഒരു വിഷമത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് പറയാൻ പറ്റുമോ? പണ്ടെങ്ങാണ്ട് ഒരാൾ പറഞ്ഞ വാക്ക്, നിങ്ങളുടെ ശരീരത്തിൽ അനുവാദമില്ലാതെ വീണ ഒരു കരം, അത് നിങ്ങളെ വലിയൊരു സങ്കടത്തിലേക്ക്, ദുശീലങ്ങളിലേക്കൊക്കെ വിട്ടു. ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ക്രൈസിസുകളുടെയും പിന്നിൽ അങ്ങനെ ഒരു കാരണമുണ്ടെങ്കിൽ വാട്ട് ക്യാൻ യു ഡു? നിങ്ങൾക്ക് ആ കുഞ്ഞു കാലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? പറ്റില്ല. ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു ഐഡൻറ്റിറ്റി ഇപ്പം ക്ലിയർ ആയിട്ട് കിട്ടുകയാണ്.
ഇത്രയും രോഗങ്ങളുണ്ടായിട്ട്, ഇത്രയും മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ട്, ഇത്രയും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട്, ഇത്രയും ചതിക്കപ്പെട്ടിട്ട്, ഇത്രയും ഒറ്റുകൊടുക്കപ്പെട്ടിട്ടും ഇപ്പോഴും നിന്റെ ഐഡന്റിറ്റി എന്താണെന്നറിയോ? യു ബിലോങ് ടു ക്രൈസ്റ്റ്. നീ ഈശോയുടെ സ്വന്തമാണ്. ഈശോയുടെ സ്വന്തമാണ്. ഈ തോറ്റു കിടക്കുന്ന നീ, ഈ ചതിക്കപ്പെട്ട നീ, ഈ പ്രാക്കും ഈ ശാപവും ഒക്കെ കെട്ടിയ നീ ഈശോയുടെ സ്വന്തമാണ്. ഈശോയുടെ സ്വന്തമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്റെ മുമ്പിൽ ഇനി ഒരൊറ്റ കാര്യമുള്ളൂ: പിന്നിലുള്ള എല്ലാം വിസ്മരിച്ചിട്ട് മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി മുന്നേറുക. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. വാട്ട് ക്യാൻ യു ഡു എന്ന് വെച്ചാൽ ദിസ് ഈസ് ദ തിങ് യു ക്യാൻ ഡു. ലുക്ക് ഫോർവേഡ് ആൻഡ് വാക്ക്. മുമ്പിൽ ആരാണ്? നിന്നെ സ്വന്തമാക്കിയ ഈശോ. ലക്ഷ്യം എന്താണ്? നിന്നെ സ്വന്തമാക്കിയ ഈശോയെ പോലെ ആയിത്തീരുക. പിന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈശോ നമ്മളോട് അതാ പറയുക. പൗലോസിലേക്ക് ചങ്കുപൊട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, ഒഴിവാക്കി കളയാൻ ആഗ്രഹിക്കുന്ന ഒരു മുള്ള് നമുക്കുണ്ടല്ലോ. 1, 2, 3, 10 മാറുന്നില്ല. ഈ സങ്കടം മാറുന്നില്ല. കുടുംബത്തിലേറ്റ ആ മുറിവ്, കേട്ട ആ ചീത്തവാക്ക്, നിങ്ങളെ തെറ്റിദ്ധരിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചങ്കിലിടം കൊടുത്തിട്ട് ചങ്കു കുത്തി മുറിച്ചവർ, നിങ്ങൾ ഹൃദയം കൊടുത്തിട്ട് ആ ഹൃദയം കീറിപ്പറിച്ചവർ, നിങ്ങൾ പിടിച്ചുയർത്തിയിട്ടും നിങ്ങളുടെ കുതികാല് പിടിച്ച് വലിച്ച് താഴെയിട്ടവർ, നിങ്ങളെ ചതിച്ച നിങ്ങളുടെ പാർട്ട്നേഴ്സ്, നിങ്ങളുടെ കൂട്ടുകാർ എല്ലാം ഉണ്ടാവും. മറന്നു കളയാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ചരിത്രത്തിൻ്റെ താളുകൾ നിങ്ങളുടെ പുറകിലുണ്ട്. ഈ പുസ്തകം കത്തിച്ച് കളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ജീവിതത്തിൻ്റെ പുസ്തകം ഇതിവിടെ അവസാനിച്ചെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഇനിയും എഴുതാത്ത കുറേ കടലാസുകൾ മുമ്പോട്ട് കിടക്കാൻ. ഈശോയ്ക്ക് എഴുതാൻ ഇനിയും കടലാസുകൾ ബാക്കിയാണ്. ഈ പഴയ കടലാസിലോട്ട് നോക്കിയിരുന്നാൽ ആക്രി വില എന്ന് തോന്നും ജീവിതത്തിന്. ഈ പഴയ കടലാസിലോട്ട് നോക്കിയിരുന്നാൽ മുമ്പിൽ ഇനിയും എഴുതാൻ പ്ലെയിൻ കടലാസുകൾ കിടക്കാടും ഈശോയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പുറകോട്ടൊക്കെ നോക്കിയിരിക്കാം, ഇപ്പം ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റും. ആക്രി ജീവിതം വേസ്റ്റ്. അങ്ങനെ വേസ്റ്റ് ആണെന്ന് തോന്നിപ്പോകുന്നൊരു സമയത്ത് അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിരാശ അതിൻ്റെ കൊട്ടുമുടിയിൽ എത്തിക്കഴിയുമ്പോൾ ഒരു ലൈൻ ക്രോസ് ചെയ്ത് ചിലപ്പോൾ ആത്മഹത്യാ ചിന്തകൾ വരെ വരാം. ഈ ജീവിതം പാഴായിപ്പോയി എന്ന് തോന്നിപ്പോകാം. പ്രത്യേകിച്ച് മനുഷ്യരിൽ നേറ്റ ചില മുറിവുകൾ കാരണം യു ഹാവ് നോ ഓപ്ഷൻ. അങ്ങനെ ചത്ത് കളയാനുള്ള ആളല്ല. ഒരു കുഞ്ഞു കുപ്പിയല്ലോ, ഒരു കുഞ്ഞു കയറയിലോ തീരാനുള്ള ജീവിതങ്ങളല്ല നമ്മുടേത്. ഈശോ വില കൊടുത്ത് മേടിച്ചെടുത്തൊരു ജീവിതമാണ്. ഈശോ സ്വന്തം രക്തം ചിന്തി വീണ്ടെടുത്ത ജീവിതമാണ്. അവൻ നീതീകരിച്ചൊരു ജീവിതമാണ്. നീ പാപിയായിരിക്കും, നീ എത്ര തല്ലിപ്പൊളിയായിരിക്കും, അവൻ രക്തം ചിന്തിയത് നിനക്ക് വേണ്ടി കൂടിയാണ്. നിനക്ക് വേണ്ടി കൂടിയാണ്. ഈശോ വില കൊടുത്ത് മേടിച്ചൊരു ജീവിതം കളയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല മക്കളെ. 100 കാരണങ്ങളായിരിക്കാം. 100 കാരണങ്ങൾ. ജീവിതം അവസാനിപ്പിക്കാൻ, നിരാശയിലേക്ക് ഇരിക്കാൻ, ഇരുട്ടിലേക്ക് പോകാൻ, മതി എന്നൊക്കെ തോന്നാൻ ഒരു 100 കാരണം. എഴുന്നേറ്റ് നടക്കാൻ ഒറ്റ കാരണം: ഒരു രക്തത്തുള്ളി എൻ്റെ ക്രിസ്തു, എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ട്. അതുകൊണ്ട് കഴിഞ്ഞതിലേക്ക് നോക്കാൻ പറ്റില്ല, മുമ്പിലുള്ള എൻ്റെ ഈശോയെ മാത്രം എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പൗലോസ്ലീഹ അത് തീരുമാനിച്ചു. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സോ പൗലോസ്ലീഹയുടെ പറഞ്ഞു തരുന്ന ഈശോയിലേക്ക് എത്താനുള്ള 2 സ്റ്റെപ്പുകൾ: ഒന്ന്, പാപിയാണെന്ന് തിരിച്ചറിയുക. ആ പാപിയാണെന്ന് പറഞ്ഞ് നിരാശയിലിരിക്കരുത്, കുറവുകളുണ്ടെന്ന് പറഞ്ഞ് പാസ്റ്റിലേക്ക് നോക്കിയിരിക്കരുത്. ഈശോ നിന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഈശോയെ നോക്കി നമ്മൾ മുന്നേറുക. 3ാമത്തെ ഒരു സ്റ്റെപ്പ്, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം, ഗലേഷ്യൻസ് ചാപ്റ്റർ 2. ഇതെല്ലാം അടുത്തടുത്ത് കിടപ്പുണ്ട് കേട്ടോ ഈ പുസ്തകങ്ങളൊക്കെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം, അതിൻ്റെ 20-ാമത്തെ വാക്യം. 3ാമത്തെ ഒരു സ്റ്റേജിൽ വെച്ച് ഈ പാപിയെ ഈശോ സ്വന്തമാക്കി. അങ്ങനെയെങ്കിൽ ഈശോയെ ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയൊരു അനുഗ്രഹം എന്താണ്? 20-ാമത്തെ വാക്യം, ഗലാത്യ 2:20. ഉറക്കെ വായിക്കാം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ അർത്ഥം ഒറ്റ വായനയ്ക്കൊന്നും വായിച്ചു തീർത്തേക്കല്ല, ചങ്ക് പൊട്ടി കരഞ്ഞ് വായിക്കേണ്ടതാണ്. അത് ഓക്കെ എൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. അത് 2025 ഒക്ടോബർ, ഇത് 24 ഇത് 2025 ഒക്ടോബർ മാസത്തിൽ ഞാൻ ഒത്തിരി നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഞാൻ കുറേ നാളായിട്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു 3 വർഷത്തിലധികമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഈ പൗലോസ്ലീഹായെ ഞാൻ കട്ടപ്രേമമാണ്. ഇങ്ങനെ പോലെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇങ്ങനെ പോലെ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇങ്ങനെ പോലെ ഈശോയെ സ്നേഹിക്കാൻ പറ്റണേ എന്നുള്ളൊരു വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ വലിയ സ്വപ്നമുണ്ട് ഈ പൗലോസ്ലീഹ രക്തസാക്ഷിയായ ഇടത്ത് പോകണം എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പിയൻ വേ, റോമിൽ പൗലോസ്ലീഹായെ എങ്ങനെയാണ് കൊന്നതെന്ന് അറിയാമല്ലോ അല്ലേ? ശിരച്ഛേദം ചെയ്താണ്. അപ്പോൾ പൗലോസ്ലീഹായെ തല 3 തവണ ഉരുണ്ടുന്നാണ് നമ്മളോട് പറയുക. ആ പൗലോസ്ലീഹയുടെ തല പോയി വീണ, ശിരസ് പോയി വീണ 3 സ്ഥലങ്ങളിൽ 3 അരുവികളുണ്ട്. ആ അരുവികളിൽ നിന്ന് ഇപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോകണം എന്നുള്ള എൻ്റെ വലിയൊരു ആഗ്രഹം. 2ാമത്തെ വലിയൊരു ആഗ്രഹം കഴിഞ്ഞ വർഷം ഉണ്ടായതാണ്. ബെനഡിക്റ്റ് പാപ്പയുടെ അടുത്ത് പോകണം എന്നുള്ള, പാപ്പയുടെ കൂടി എടുത്ത് അത് ഉറപ്പായിട്ടും പോകും. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹം. കാരണം നമ്മൾ ഈ പത്രോസ്ലീഹായുടെ ഇങ്ങനെ ആണെങ്കിലേ, പത്രോസ്ലീഹ ഇങ്ങനെ ഈശോയെ തള്ളി പറഞ്ഞു എത്ര പ്രാവശ്യം?
3 പ്രാവശ്യം. ഈശോ എന്നാ ചെയ്തു? കേട്ടിട്ടുണ്ടല്ലോ, 3 പ്രാവശ്യം അവസരം കൊടുത്തു. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, അല്ലേ? ഇതിനെക്കാട്ടും മൊസടത്തരാണ് പൗലോസിലെ കാണിച്ചത്. ഈശോയെ ഫോളോ ചെയ്യുന്ന സകലരും തല്ലിക്കൊന്ന് നടന്നു. ഈശോയെ തിരിച്ചറിഞ്ഞു, പഴയതിനെല്ലാം ഒഴിവാക്കി മുമ്പിലുള്ള ഈശോയെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. എന്നെ ഇടയ്ക്ക് ചിന്തിച്ച് എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്തയാണ്. അതായത് പത്രോസ്ലിഹായ്ക്ക് ഇങ്ങനെ 3 തവണ തിരിച്ചു ചോദിച്ചു, സ്നേഹിക്കുന്നുണ്ടോ 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 എന്ന് ചോദിച്ചു. പൗലോസ്ലിഹായോട് ചോദിച്ചില്ല, പക്ഷേ അയാളുടെ ജീവിതം കൊണ്ട് അത് 3 തവണ കാണിച്ചു കൊടുത്തു. എന്ത്? ഇതെല്ലാം എഴുതി കൂട്ടി, ഇതെല്ലാം പ്രസംഗിച്ചു, ഈ സഭകളെല്ലാം സ്ഥാപിച്ചു, ഈശോ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു. അവസാനം ഈ ചക്രവർത്തിയുടെ വാൾത്തുമ്പിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നതാണ്, ഒരു പക്ഷേ ഈശോ ചോദിച്ച് കാണാം, പൗലോസ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പറയാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ പ്രസംഗിച്ചത് എന്താ? ഇത്രയും കാലം ഞാൻ ഇതൊന്നും പറഞ്ഞു പൂർത്തിയാക്കാൻ എന്നെപ്പോലുള്ള മണ്ടന്മാർക്ക് പറ്റില്ല. അപ്പോൾ പൗലോസിൻ്റെ മുമ്പിൽ ഇനി പറയാനൊന്നുമില്ല, ഇനി എഴുതാനൊന്നുമില്ല. ഉണ്ടോ? മരണത്തിൻ്റെ സമയത്ത് വന്നിരിക്കുക, ഇനി എഴുതാനൊന്നുമില്ല. പൗലോസിനെ കാണിച്ചു കൊടുക്കണമല്ലോ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന്. പത്രോസ് 3 തവണ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞതുപോലെ പൗലോസും 3 തവണ പറഞ്ഞു. തല പോയതുകൊണ്ട് നാക്കാനെങ്കിയില്ല. ഒരിക്കലും അവസാനിക്കാത്തൊരു സ്നേഹമായിട്ട് 3 തവണ ആ ശിരസ് വീഴുന്നു. അവിടെ നിന്ന് ഒരിക്കലും പറ്റാത്തൊരു നദി പോലെ ആ സ്നേഹം ഇപ്പോഴും 3 അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരാഗ്രഹമാണ് അവിടെ പോയി കാണണം എന്നുള്ളത്. നമ്മൾ കുഞ്ഞു സ്വപ്നങ്ങൾ കണ്ട ഈശോ കുഞ്ഞു സ്വപ്നമാണോ കാണുന്നത്? അല്ലല്ലേ? ഈശോയുടെ പദ്ധതി പ്രകാരം എല്ലാം നടക്കുകയാണെങ്കിൽ 2025 ഒക്ടോബർ മാസം 7-ാം തീയതി കൃത്യമായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻ ഷെഡ്യൂൾ ചെയ്തേക്കുന്നതാണ്. ഞാൻ അവിടെ പോവുക മാത്രമല്ല, എൻ്റെ ധ്യാനം അവിടെ ഓർഗനൈസ് ചെയ്തേക്കാണ്. പൗലോസ്ലിഹായുടെ ശിരസ് വീണ സ്ഥലത്ത് നിന്ന് ഞാൻ വചനം പ്രഘോഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മൾ കുഞ്ഞു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മോളിൽ ഇരുന്നിട്ട് ഇതൊന്നും പോരാ മാനെ, ഇതൊന്നും പോരാ സ്വപ്നം. ഞാനിപ്പോൾ ഈ ഒരു ആത്മീയ മേഖലയിൽ നിൽക്കുന്നു, ഞാനിങ്ങനെ ചിലപ്പോൾ ഇങ്ങനത്തെ സ്വപ്നങ്ങളായിരിക്കും കാണുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആത്മീയവും ഭൗതികവും ആവട്ടെ, കുഞ്ഞു സ്വപ്നങ്ങളായിരിക്കും. ഒരു ജോലി കിട്ടണം, കടം മാറണം, രോഗം മാറണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഈശോ ആഗ്രഹിക്കുന്ന ഒരു കംപ്ലീറ്റ്നെസ് ആണ്, ഒരു ടോട്ടാലിറ്റി. നമ്മൾ ചെറുതായിരിക്കും പറയണേ, നമുക്ക് തരാൻ പറ്റുന്ന ഈ ദൈവം അത്ര വലിപ്പമുള്ള ആളാണ്, അല്ലേ? നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ കർത്താവ് പരിശുദ്ധനാണ്. നമ്മളൊരു വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവ് സർവ്വത്തിൻ്റെ മേൽ അധിപതിയാണ്. നമ്മൾ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവ് പുത്തൻ ശരീരം വെച്ച് കൊടുക്കാൻ പറ്റുന്നവനാണ്. നമ്മൾ കുഞ്ഞത് ചോദിക്കുമ്പോൾ കർത്താവ് വലുത് തരും. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. എന്നവിടെ പോകുമ്പോൾ നിങ്ങളെ ഓർത്തോളാം കേട്ടോ. പേരൊന്നും ഓർക്കൊന്നുമില്ല, വെറുതെ ഞാനിവിടെ നുണ പറയുന്നില്ല, ഞാൻ നിങ്ങളെ ഓർത്തോളാം. കാരണം ഞാൻ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഇതുവരെ ധ്യാനം കൂടിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതിനകത്ത് നിങ്ങളില്ലേ? പേരൊന്നും എനിക്കറിയാൻ പാടില്ല, എനിക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല, ഞാൻ മറന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം അവിടെ ചെല്ലുമ്പോൾ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സോ നമ്മൾ പൗലോസ്ലിഹ ആ 3-ാമത്തെ സ്റ്റേജ് വെച്ച് പറയാണ്, ഇനി ഞാനല്ല, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. നമുക്ക് ആദ്യത്തെ 2 പറയാം, ഞാൻ പാപിയാണെന്ന് പറയാം, ശരിയല്ലേ? ഈശോ എന്നെ സ്വന്തമാക്കിയെന്ന് നമുക്ക് പറയാം. ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ഇവിടെ എത്തണം, നമ്മൾ അറ്റ്ലീസ്റ്റ് ഇവിടെ എത്തണം. ആദ്യത്തേന് 25 മാർക്ക് കിട്ടി, രണ്ടാമത്തേന് 50 മാർക്ക് കിട്ടി, ഒരു 75 മാർക്ക് ഫസ്റ്റ് ക്ലാസ് എബവ് കിട്ടണമെങ്കിൽ ഈ ഒരു സ്റ്റേജിലെങ്കിലും എത്തണം. ഞാനല്ല ജീവിക്കുന്നത്, ആരാ ജീവിക്കണേ? ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ മരിച്ചു. കേട്ടുന്നുണ്ടോ? എപ്പോഴാണ് ആ സ്റ്റേജിൽ എത്തുന്നതെന്ന് അറിയോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെയൊക്കെ ചേർത്ത് ചിന്തിച്ചാൽ മതി. ഇപ്പം നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ നിയോഗങ്ങളൊക്കെ എഴുതി വെക്കുന്നത്, എൻ്റെ വീട്ടിൽ കടമുണ്ട്, എൻ്റെ മകൻ അനുസരിക്കുന്നില്ല, എൻ്റെ മകൾ ഇങ്ങനെയാണ്, എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണ്, എൻ്റെ രോഗം മാറണം, അല്ലേ? നമ്മൾ ഈ സ്റ്റേജ് ഏതാണെന്ന് അറിയോ? 1-2 സ്റ്റേജിൽ നിൽക്കുകയാണ്. 3-ാമത്തെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സങ്കടം നമുക്കില്ല. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഞാനല്ല ജീവിക്കുന്നത്, ആരാ ജീവിക്കുന്നത്? ക്രിസ്തു. അങ്ങനെയെങ്കിൽ ഈ കടം ആരുടെയാണ്? ഈശോടെ. ഈ രോഗം ആരുടെയാണ്? ഈ വീട്ടിലെ പ്രശ്നം ആരുടെയാണ്? ഞാനില്ല, ഐ ആം ഡെഡ്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പറ, നമുക്ക് 75 മാർക്ക് ആയിട്ടില്ല, ശരിയല്ലേ? കാരണം നമുക്ക് ഇപ്പോഴും സങ്കടങ്ങളുണ്ട്, നമുക്ക് ഈ പരാതികളുണ്ട്. അതൊരു ഹയർ ലെവലാണ്. ആ ലെവലിലൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ ജീവിതം ധന്യം. നമ്മുടെ ധ്യാനമൊക്കെ ഒരു അഭിഷേകമായിട്ട് മാറുന്ന അവിടെ വെച്ചാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കുക. കർത്താവേ, ഈ സഹനമോ ഈ വേദനയോ ഇതിൻ്റെ മുമ്പിൽ ഒന്നും ഞാൻ തോറ്റു കൊടുക്കില്ല. എന്നെ സഹായിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. റോമ 8:35 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ? ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഇനി ആരെങ്കിലും എതിര് നിന്നാലോ, വിധി കൽപ്പിച്ചാലോ, ദുഃഖമാവട്ടെ, രോഗമാവട്ടെ, ചങ്ങലകളാവട്ടെ,
കാരാഗ്രഹമാവട്ടെ, വാളാവട്ടെ, ഒന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്തില്ല. വേർപെടുത്താത്ത എന്താണ്? പൗലോസിന്റെ അടുത്ത വാക്യത്തിൽ പറയാണ്, 37-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, ഇവയിലെല്ലാം ഞങ്ങൾ പൂർണ്ണ വിജയം കണ്ടെത്തിയിരിക്കുന്നു. എങ്ങനെ? ദൈവസ്നേഹം ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടി, എനിക്ക് വെളിപ്പെട്ട് കിട്ടി. ഈശോയുടെ സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ട് ഇതിലൊന്നും ഞാൻ തോറ്റു കൊടുക്കില്ല. ഈശോ എനിക്ക് വേണ്ടി ജയിച്ചു കയറും. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ തോറ്റ് നിൽക്കുന്ന സമയത്ത് അവൻ ജയിച്ചു കയറുന്നു. ഞാൻ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് അവൻ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ്. മരണത്തിന്റെ മേൽ വിജയം നേടിയവന്റെ മുമ്പിലോട്ടാണോ നിങ്ങൾ പരീക്ഷ തോറ്റെന്നും പറഞ്ഞ് സങ്കടപ്പെടുന്നത്? മനസ്സിലാവണുണ്ടോ? സങ്കടപ്പെടും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ സങ്കടപ്പെടുന്നുണ്ട്. കർത്താവേ, എൻ്റെ തൊണ്ട അടഞ്ഞു, കർത്താവേ എനിക്ക് വചനം പറയണ്ടേ, ഞാൻ സങ്കടപ്പെടുന്നുണ്ട്. പനി പിടിക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെടാറുണ്ട്. എല്ലാവരും നമ്മൾ രോഗങ്ങളൊക്കെ വരുമ്പോൾ സങ്കടപ്പെടാറുണ്ട്, നമ്മൾ പരാതിപ്പെടാറുണ്ട്. പക്ഷെ ആ പരാതികളൊക്കെ അവസാനിക്കുന്ന ഒരു സ്റ്റേജിലെത്തണം. പനി ആരുടേത്? തൊണ്ടവേദന ആരുടേത്? ഈ രോഗങ്ങൾ ആരുടേത്? ഈ കണ്ണുനീർ ആരുടേത്? ഈ ജോലിയില്ലാത്ത അവസ്ഥ ആരുടേത്? ഈ കുടുംബം തകർന്നു നിൽക്കുന്ന ആരുടേത്? ഈശോടേത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിനായിരിക്കുന്നു. ഞാൻ മരിച്ചു. ആരാണ് ജീവിക്കുന്നത്? ഈശോയാണ് ജീവിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. ക്രിസ്തുവിനോടുകൂടെ ഒരിക്കൽ മരിച്ചവരാണ് നമ്മൾ. എപ്പോ? മാമോദീസായിൽ. അവനോടൊപ്പം അവനോട് ഉയർത്തെഴുന്നേറ്റവരും കൂടെയാണ് നമ്മൾ. എപ്പോ? മാമോദീസായിൽ. അതുകൊണ്ട് ശരിക്കും നമ്മുടെ ആ 3rd സ്റ്റേജ് മാമോദീസായിൽ നടന്നു കഴിഞ്ഞു. നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തു. ആരാണ് ശരിക്കും മാമോദീസ മുങ്ങിയ ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ ജീവിക്കണത്? ഈശോ, ചൈതന്യം. പക്ഷെ നമ്മൾ ഈ കുഞ്ഞ് പാപങ്ങളൊക്കെ ചെയ്ത് ആ ഈശോയുടെ ചൈതന്യം അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കും. ഈശോയുടെ ചൈതന്യം ചതഞ്ഞിരിക്കും. നമ്മളിങ്ങനെ നിവർന്ന് നിൽക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു, പാപത്തിലേക്ക് വീണ് പോകുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. 3rd സ്റ്റേജിൽ ആണ് നമ്മൾ ശരിക്കും, ഇല്ലേ? മാമോദീസയിൽ കിട്ടിയ ആ ചൈതന്യം നമ്മൾ ഓരോ കൂദാശയിലും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും ഒക്കെ ആ ചൈതന്യം പിന്നെയും തെളിഞ്ഞു കിട്ടുകയാണ്. നമ്മൾ മനസ്സിലാക്കുകയാണ്, ഞാനല്ല ജീവിക്കുന്നത്. ആരാണ് ജീവിക്കണേ? ഈശോ എന്നിൽ ജീവിക്കുന്നു. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് ബ്യൂട്ടിഫുൾ ആണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് തിരിച്ചു വരിക. 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. പൗലോസ്ലീഹയുടെ വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വചനമാണെന്ന് തോന്നുന്നു. പൗലോസ്ലീഹയുടെ പിന്നെ കബറിടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വചനം ഇതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഫിലിപ്പി 1:21 വായിച്ചേ. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഫോർ മീ ടു ലീവ് ഇസ് ക്രൈസ്റ്റ്, ടു ഡൈ ഇസ് ഗെയിൻ. ജീവിച്ചാൽ എന്ത്, മരിച്ചാൽ എന്ത്, നമ്മൾ ആർക്കുള്ളതാണ്? ഈശോയ്ക്കുള്ളതാണ്. ഈശോ നമ്മുടേത്, ഈശോയുടേതായിട്ട് അറിയപ്പെടുക. ടോട്ടൽ ലൈഫ് ഫോർ ക്രൈസ്റ്റ്. അതിനെയാണ് നമ്മൾ വിളിക്കുക പരിശുദ്ധമായ ഒരു ജീവിതം. എനിക്ക് ജീവിതം ക്രിസ്തു. ഇനി മരിച്ചാലോ അതെനിക്കൊരു നേട്ടം. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് രക്തസാക്ഷികളൊക്കെ പേടിക്കാതെ ജീവൻ വിട്ടുകൊടുത്തത്. പൗലോസ്ലീഹയൊക്കെ വിട്ടുകളഞ്ഞ എന്തുകൊണ്ടാണ്? ഒറ്റ ബോധ്യമായിരുന്നു, ഈ മരണം നേട്ടമാണ്. കല്ലേറ് വന്നപ്പോഴും തീച്ചൂളകൾ വന്നപ്പോഴും തൊലിയുരിക്കപ്പെട്ടപ്പോഴും. ബർത്തലോമ്യ പുണ്യാളനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നഥാനിയേൽ വന്ന് കാണാ എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശത്തോടെ ഈശോയുടെ പിന്നാലെ പോയതാണ്. തൊലി പറിച്ച് കൊന്നു കളഞ്ഞു. നമുക്കിപ്പം നഖം വെട്ടിയ ഈശോയെ പരാകുന്നവരാണ് നമ്മൾ. നഖം വെട്ടുമ്പോൾ തൊലി മുറിഞ്ഞാൽ, തൊലി മുറിക്കപ്പെട്ട് അകറ്റപ്പെട്ട മനുഷ്യർ. ഈ അപ്പസ്തോലന്മാരുടെ മരണം മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഞാൻ ഈ വർഷം 12 അപ്പസ്തോലന്മാരെ കുറിച്ച് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും രക്തസാക്ഷികളായത് ചുമ്മാ കട്ടിലെ കിടന്ന് മരിക്കായിരുന്നോ? വയറിയാടി മരിച്ചാണോ? അല്ല. സിംഹം വാ പൊളിച്ച് നിന്നപ്പോഴും തോറ്റു കൊടുത്തില്ല. കല്ലേറ് വന്നപ്പോഴും തോറ്റു കൊടുത്തില്ല. സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? സ്റ്റീഫൻ, എസ്തപ്പാനോസ്. ഈ സ്റ്റീഫനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്തും ഇങ്ങനെ നിൽക്കുകയാണ്. ആര്? 2 പേരും, ഈശോയും സ്റ്റീഫനും. കല്ലേറ് വന്നാലും ആരെയാ കാണുന്നത്? ഈശോയെ കാണുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ചിന്തിച്ച് നോക്കിയേ. ഈ തീച്ചൂളയിൽ എറിയുന്ന പിള്ളേരെ, ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ, ദേഷ്യം വരുമ്പോൾ പറഞ്ഞാൽ മതി, ചീത്തയാന്ന് വിചാരിച്ചോളൂ. 3 പിള്ളേരുടെ പേരാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, തീച്ചൂള കത്തിയരിയുമ്പോൾ എന്നാ ചെയ്യുന്നത്? അയ്യോ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ല. തീച്ചൂള കത്തിയരിഞ്ഞാലും ഇതിനകത്ത് നിന്ന് ഞങ്ങളെ പൊക്കിയെടുക്കാൻ പറ്റുന്ന കർത്താവിനെ അവർ വാഴ്ത്തി പാടിക്കൊണ്ടിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. കല്ല് വന്നാലും സിംഹം വാ വിളിച്ചാലും വാളിനിരയായാൽ പോലും അവരുടെ മുമ്പിലേക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടാകുന്നുള്ളൂ. എന്ത്? ജോബൊക്കെ പ്രാർത്ഥിച്ചതുപോലെ വെറും കൈയോടെ വന്നു, വെറും കൈയോടെ തിരിച്ചു പോകുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ആ ലെവലിൽ എത്തിയോ? അത് ഞാൻ മുമ്പേ പറഞ്ഞേ, രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ പണിതുയർത്തപ്പെട്ട പാരമ്പര്യമാണ്. അത് കൊളമാക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അവരൊക്കെ ചോര ചിന്തി വളർത്തിയെടുത്തൊരു സഭയുടെ ഭാഗമാണ് നമ്മൾ. അവിടെ നമ്മളിങ്ങനെ കുഞ്ഞ് പെറ്റി കേസും പറഞ്ഞ് കുറച്ച് ആത്മീയത, കുറച്ച് പ്രാർത്ഥന, 2 ധ്യാനം, 2 ജപമാല, ഒരു വചനം.
പിന്നെ ആ പ്രാർത്ഥന ഈ പ്രാർത്ഥനയൊക്കെ എല്ലാം നല്ലതാണ്. എല്ലാ ആചാരങ്ങളും എല്ലാ കൂദാശ അനുകരണങ്ങളും നല്ലതാണ്. ലക്ഷ്യം എന്തായിരിക്കണം? ഈശോ, നിത്യജീവൻ, വിശുദ്ധി. അതിനൊരു കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. പൗലോസ്ലീഹയൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത്, എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടം. ഇത് പൗലോസ്ലീഹ മാത്രം പറഞ്ഞതായിരിക്കില്ല, രക്തസാക്ഷികളായ സഭയിലെ സകല വിശുദ്ധരും പറഞ്ഞതായിരിക്കും. മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും അവിടെ പോയി നിൽക്കുകയാണ്. അടി കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ടും പോയി നിൽക്കുകയാണ്. ഇപ്പോഴും ഉണ്ട് സഭയിൽ അങ്ങനെയുള്ള മനുഷ്യർ. പട്ടം കിട്ടി അച്ഛന്മാരെ നാണം കെടുത്തുന്ന പോലെ വിശുദ്ധ ജീവിതം നയിക്കുന്ന അൽമായർ കണ്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, നന്നായിട്ട് കണ്ടിട്ടുണ്ട്. അവർ ഇങ്ങനെ സ്റ്റേജിൽ നിന്നൊന്നും പ്രസംഗിക്കുന്നില്ല, നല്ല ഒന്നാം തരം വിശുദ്ധരായിട്ട് രക്തസാക്ഷി ആവാൻ വേണ്ടി നടക്കുന്ന മനുഷ്യർ അത്ഭുതപ്പെട്ടു പോകും. ദൈവമേ, എവിടുന്ന് കിട്ടി ഈ ചൈതന്യം എന്നൊക്കെ നമ്മൾ അസൂയപ്പെട്ടു പോകും. അത്ര വലിയ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യർ. നിങ്ങൾ റെഡിയാണോ? ഹയർ ലെവൽ കിട്ടുന്നുണ്ടോ? വിശുദ്ധി പരിപൂർണമാക്കുക, അതാണ് യഥാർത്ഥമായ ആരാധന എന്നൊക്കെ പൗലോസ്ലീഹ റോമാക്കാരോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ നവീകരണം, വിശുദ്ധി, അതാണ് യഥാർത്ഥമായ ആരാധന. എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടം, അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇങ്ങനെ ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. 1 കൊരിന്തോസ് 11:1 എടുക്കാവോ? പൗലോസ്ലീഹയുടെ ആ ഒരു വാക്യം നമ്മുടെ POC ബൈബിളിൽ സെപ്പറേറ്റ് ആയിട്ടാണ് കിടത്തേക്കുന്നത്. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. ആരീ പറയണേ? നിങ്ങൾ ചിന്തിച്ചു, എന്നെ ഒരു കോൺഫിഡൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ ചെയ്യണം. എന്നെ നോക്കി പഠിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രത്യേകിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന മാതാപിതാക്കളോട്, നിങ്ങൾക്ക് ഈ ഒരൊറ്റ വചനം ജീവിക്കാൻ പറ്റിയ നിങ്ങളുടെ മക്കൾ ഒരൊറ്റ ഒരെണ്ണം വഴിതെറ്റി പോവുക. ഇനി മാതാപിതാക്കളാവാൻ പോകുന്നവരൊക്കെ ആലോചിച്ചു, നമ്മുടെ സകല വേദപാഠ സിസ്റ്റവും അതിൻ്റെ കുറവുകളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സങ്കടപ്പെടുന്നു. അവിടെ ഇങ്ങനെ പ്രശ്നം, ഇവിടെ ഇങ്ങനെ പ്രശ്നം, ഇതൊന്നും പോരാ. നമുക്ക് ഫുൾ വേദപാഠമാണ് ഒരൊറ്റ വചനത്തിൽ. മാമോദീസ ജലം തലയിൽ വീണത് ജലദോഷം പിടിക്കാൻ, അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യാനിയുടെ മേലും ഉള്ള ഏറ്റവും വലിയ ചലഞ്ച് പൗലോസ്ലീഹ പറയാണ്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക. ധൈര്യമുണ്ടോ മക്കളോടത് പറഞ്ഞു കൊടുക്കാൻ? മക്കളെ എന്നെ നോക്കി പഠിക്കണം. നമുക്ക് ധൈര്യമുണ്ട്. അപ്പൻ ബിസിനസ് ചെയ്ത പോലെ ചെയ്യണം, ഞങ്ങൾ കൃഷി ചെയ്ത പോലെ കൃഷി ചെയ്യണം, ഞങ്ങൾ അധ്വാനിച്ച പോലെ അധ്വാനിക്കണം. ഇതൊക്കെ പറയാൻ നമുക്ക് കോൺഫിഡൻസ് ആണ്, അതാർക്കും പറയാം. പക്ഷെ ഒരു ക്രിസ്ത്യാനിക്ക്, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരുത്തിന് പറയേണ്ട ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക. നിങ്ങൾ ഈശോയെ കണ്ടിട്ടില്ലേ? സാരമില്ല, തൽക്കാലം എന്നെ നോക്കി പഠിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. സോ നമ്മുടെ ലക്ഷ്യം പിടികിട്ടുന്നുണ്ടോ? നമ്മുടെ ലക്ഷ്യം പിടികിട്ടുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിനി ഇത് അധിക കാലമൊന്നും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. അധിക കാലമൊന്നും നമ്മുടെ ധ്യാനങ്ങളും പരിപാടികളും നടക്കില്ല. ഇതൊക്കെ തീരും. സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ദിസ് ഈസ് എ റിയാലിറ്റി. ആളുകൾ വരില്ല. അതൊരു സൂചനയാണ്. എന്തിനാണെന്നറിയോ? എന്തായാലും ഒരു ലോകാവസാനം ഉണ്ട്. എപ്പോഴായിരിക്കും? ഈശോയുടെ 2ാം വരവ് സൂപ്പർ, നമ്മളുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ബേസാണ്. ആ ലോകാവസാനം ഉണ്ട്, ഉറപ്പാണോ? എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. ബൈബിളിലെ കാര്യം ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ചിന്തിച്ചാൽ എനിക്കും നിങ്ങൾക്കും ഒരു ലോകാവസാനമുണ്ട് എന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഇന്നായിരിക്കാം. വാട്ട് ഇഫ് ദിസ് ഈസ് അവർ ലാസ്റ്റ് റിട്രീറ്റ്, അല്ലേ? ഇത് നമ്മുടെ അവസാനത്തെ ധ്യാനമാണെങ്കിൽ നമുക്കറിയില്ലോ. വല്ല പിടിയുണ്ടോ? ഒരു പിടിയില്ല. നിപ്പിൽ താഴെ പോകുന്ന അവസ്ഥയിലാണ്. നമ്മുടെ മുമ്പിൽ അധികം സമയമില്ല പ്രിയപ്പെട്ടവരെ. എന്ന് ലോകാവസാനം സംഭവിക്കും, എന്ന് ഈശോ 2ാം വരവ് വരും, അറിയില്ല. നമ്മുടേത് വേണേൽ ഇപ്പം ഈ മൊമെൻറ്റിൽ നടക്കാം. ഈശോയുടെ ഒരു വിധി വേണം ഇപ്പം നമുക്ക് മുമ്പിൽ വരാം. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഈ ജീവിതം എന്തായാലും ഇങ്ങനെ ആയിപ്പോയി, ചമ്മി. നമുക്ക് ഈ നിത്യജീവൻ വേണ്ടേ? 10 വർഷം കഴിഞ്ഞ് കിട്ടാനുള്ള ഇൻക്രിമെൻറ്റിനെ കുറിച്ചും 20 വർഷം കഴിഞ്ഞ് കിട്ടാനുള്ള PF കുറിച്ചും നമ്മൾ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ന് മരിച്ചു പോയാൽ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന നിത്യജീവനെക്കുറിച്ച് വൈ ആർ യു നോട്ട് ഫോക്കസിങ്? കാര്യം പിടികിട്ടുന്നുണ്ടോ? നമ്മൾ ഈ ധ്യാനകേന്ദ്രങ്ങളും നമ്മൾ ഈ നേർച്ചകളും നമ്മൾ ഈ പ്രാർത്ഥനകളും, ഐ എം നോട്ട് ക്രിട്ടിസൈസിങ്, നമ്മൾ അങ്ങനെ ഒരു സൂപ്പർ പ്രാർത്ഥനയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ എഴുതി വെച്ചത്, നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സമർപ്പിച്ച നിയോഗങ്ങളൊക്കെ ഇത്ര വർഷത്തിനുള്ളിൽ നടക്കേണ്ടതും നടന്നാൽ തന്നെ അത് ഇത്ര വർഷത്തിൽ ആ റിസൾട്ട് പൂർത്തിയാക്കുന്നതുമായ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതിയേക്കുന്നത്. കിട്ടുന്നുണ്ടോ? കടം മാറണം എന്ന് ഇത്ര സമയത്തിനുള്ളിൽ. കൊച്ചിൻ്റെ കല്യാണം നടക്കണം എപ്പോൾ? ഇത്ര സമയത്തിനുള്ളിൽ. കല്യാണം നടന്നത് ഇത്രയും വർഷം, പിന്നെ കുഞ്ഞ് തലമുറ. വളരെ ലിമിറ്റഡായ സ്വപ്നങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്നോ സംഭവിക്കാനുള്ള കാര്യത്തെക്കുറിച്ചാണ്. പക്ഷെ ഇന്ന് രാത്രിയിൽ, മൂഢനായ മനുഷ്യ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ തിരികെ വിളിച്ചാൽ
നീ നേടിയെടുത്തതോ, നീ എഴുതി വെച്ചതോ, നീ മുട്ടക്കുത്തി നിന്ന് പ്രാർത്ഥിച്ചതോ ആയ ഈ നിയോഗങ്ങളൊക്കെ ആരുടേതാകും? കളപ്പുര പൊളിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുക. ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിടികിട്ടുന്നുണ്ടോ? സോ ഫോക്കസ് ഓൺ ദാറ്റ്. ഈ തപസ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് അവിടെയാണ്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളൊരു ലക്ഷ്യം തിരിച്ചറിയുമ്പോൾ, ഞാൻ ആരെപ്പോലെ ആയിത്തീരണം? ഈശോയെപ്പോലെ. എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ തപസ് കഴിഞ്ഞ് നാളെ നിങ്ങൾ പോകുമ്പോഴത്തേനും ഒരു തീരുമാനം എടുക്കണം. ഒരു ധ്യാനം കൂടി കഴിഞ്ഞ് തീരുമാനം എടുക്കേണ്ടത് നന്നാവണം, ജൂശീലങ്ങളൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ളതൊന്നുമല്ല. അതൊക്കെ കുഞ്ഞിപ്പിള്ളേരുടെ ലക്ഷ്യമാണ്. തപസ് കൂടിയത് അൾട്രാ പ്രോ ആൾക്കാരാണ് അല്ലേ? നിങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്തായിരിക്കണം എന്നറിയോ? 1 കൊരിന്ത്യർ 11:1. ഈ ഒരു വചനം വെറുതെ പറയല്ല, ഒരു 10 പേരോട് വേണ്ട, നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിലുള്ള 2 പേരോട് പറയാനുള്ള ഒരു കോൺഫിഡൻസ് വളർത്തിയെടുക്കണം. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക. കെട്ടിയോനെ നന്നാക്കാൻ പോകണ്ട, കെട്ടിയോളെ നന്നാക്കാൻ പോകണ്ട, അപ്പനെ ഗുണദോഷിക്കാൻ പോകണ്ട, മക്കളെ തല്ലാനും പോകണ്ട. അവരുടെ മുമ്പിൽ ഈ വചനം ഒന്ന് ജീവിക്കാൻ നീ നോക്ക്, നിന്റെ കുടുംബം സ്വർഗമായിട്ട് മാറുമെന്ന്. സത്യമല്ലേ? അതൊരു ലക്ഷ്യം. കുഞ്ഞു സ്വപ്നങ്ങളൊന്നും നമുക്ക് വേണ്ട, നമുക്ക് വലിയ സ്വപ്നങ്ങൾ. കാരണം അവർ ഗാഡ് ഈസ് ആൻ എക്സ്ട്രാ ഓർഡിനറി ഗോഡ്. വൈ ഷുഡ് യു ഹാവ് ഓർഡിനറി ഡ്രീംസ്? നിങ്ങൾക്കൊരു എക്സ്ട്രാ ഓർഡിനറി ദൈവം ഉള്ളപ്പോൾ നമ്മൾ എന്തിനും ഇങ്ങനെ ഓർഡിനറി സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്നു? ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ലക്ഷ്യം ഇതാണ്, ലക്ഷ്യം ഇതാണ്. ഈശോയെ പോലെ ആയിത്തീരുക. മറ്റുള്ളവർക്ക് കണ്ടു പഠിക്കാൻ, ഈശോയെ കാണാൻ ജീവിതമാക്കി മാറ്റുക. എവിടെയോ ഇങ്ങനെ വായിച്ചു കേട്ടതാണ്, എഴുതപ്പെടേണ്ട 5ാമത്തെ സുവിശേഷം നമ്മളാണെന്ന്. 4 സുവിശേഷം വായിക്കുമ്പോൾ അവർ ഈശോയെ കേൾക്കുന്നു, ഈശോയെ കേട്ടറിയുന്നു. 5ാമത്തെ സുവിശേഷം നമ്മളാണ്. നമ്മളെ കാണുമ്പോൾ അവർ ഈശോയെ കാണണമെന്ന്. യു ആർ ദ 5th ഗോസ്പൽ. എനിക്കൊന്ന് ഈ ലാറ്റിൻ അമേരിക്കയിൽ രക്തസാക്ഷിയായി തീർന്ന ആ വിശുദ്ധനായ ബിഷപ്പ് ഓസ്കാർ റൊമേറോയുടെ വാക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. നോട്ട് ഷുവർ. യു ഷുഡ് ബി ദ ലിവിങ് ഗോസ്പൽ, യു ഷുഡ് ബി ദ 5th ഗോസ്പൽ. 5ാമത്തെ സുവിശേഷം നീ ആയിരിക്കണം. മറ്റൊരു വ്യാഖ്യാനത്തിൽ ഇങ്ങനെ ഒരു സാഹിത്യ മേഖലയിൽ നിന്ന്, ഒരു സെക്കുലർ മേഖലയിൽ നിന്ന് ഇങ്ങനെ എഴുതിയൊക്കെയാണ്, നിങ്ങളെ കണ്ടിട്ട് ആളുകൾ ബൈബിൾ വായന നിർത്തണമെന്ന്. അർത്ഥം പിടികിട്ടുന്നുണ്ടോ? നിങ്ങളെ കണ്ടിട്ട് ആളുകൾ ബൈബിൾ വായന നിർത്തണം. ബൈബിൾ വായിക്കുന്നത് എന്തിനാണ്? ഈശോയെ അറിയാൻ, ഈശോയെ പോലെ ആയിത്തീരാൻ. നിങ്ങളെ കണ്ടിട്ട് ആളുകൾ ബൈബിൾ വായന നിർത്തണം. അപ്പം നിങ്ങളെ കണ്ടാൽ ആരെ കണ്ടിരിക്കണം? ഈശോയെ കണ്ടിരിക്കണം. ഇപ്പം നമ്മളെ കണ്ടിട്ട് ഒരിക്കലും ക്രിസ്ത്യാനി ആവല്ലേ എന്ന് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും. പാപത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജിലെ, വളർച്ചയുടെ ആദ്യത്തെ സ്റ്റേജിൽ. പക്ഷെ നമ്മൾ ഈശോയുടെ സ്വന്തമാണ്, ക്രിസ്തുവാണ് നമുക്ക് ജീവിക്കുന്നത്. എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടം. ശക്തിയോടെ പറ ഹല്ലേലൂയാ. വലതുവരത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കൈ നോർത്തി പിടിച്ചേ, മുദ്രാവാക്യം വിളിക്കുന്ന പോലെ. ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. എന്ത്? പണ്ട് മിഷൻ ലീഗിൽ ഒക്കെ പാടിച്ചില്ലേ, ജയ് ജയ് ക്രിസ്തുരാജൻ, വിവാ ക്രിസ്തു റൈ. അതുപോലെ ഇന്ന് തപസ്സൊക്കെ കൂടിയ നമ്മുടെ ഒരു ലക്ഷ്യവും ഒരു മുദ്രാവാക്യം ഇതാണ്, എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടം. പറ്റുന്നിടത്തോളം സ്വരത്തിൽ, എൻ്റെ തൊണ്ട അടഞ്ഞു, നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം സ്വരത്തിൽ അതൊന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയാ. അത് നാളെ എന്ത് സഹനങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ എന്തും നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ, എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടം. അങ്ങനെ ഒരാളെ ആര് തോപ്പിക്കാൻ നോക്കിയിട്ട് എന്ത് കാര്യം? അയാൾ മരിച്ചു കിടക്കുന്ന ഒരാളെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ക്രിസ്തുവിനോടുകൂടെ ക്രൂശിനായിരിക്കുന്നവരോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾ മരണത്തിൻ്റെ മേൽ വരെ വിജയം നേടിയിരിക്കുന്നു. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ ഹല്ലേലൂയാ.